ഗസയിൽ കാലങ്ങളായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ, ആ വംശഹത്യയുമായി ബന്ധപ്പെട്ട് UN-ന്റെ സ്വതന്ത്ര അന്താരാഷ്ട്ര കമ്മീഷൻ നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ആ റിപ്പോർട്ടിനകത്ത് പ്രധാനമായും പലസ്തീൻ കുട്ടികൾ നേരിടേണ്ടി വരുന്ന ദുരിതം, അവർക്ക് ഈ യുദ്ധം കാരണമുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ മുറിവുകൾ, അനാഥത്വം, പലായനം, ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ആ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. അത് മാത്രമല്ല, ആ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പലസ്തീൻ കുട്ടികളെ മനഃപൂർവ്വം കൊലപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. പക്ഷേ ഇസ്രായേൽ ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളുകയാണ്. ഇത് വെറും തെറ്റിദ്ധാരണ പരത്തുന്ന റിപ്പോർട്ടാണ് എന്നാണ് ഇസ്രായേൽ ഇതിനോട് വിശദീകരണം നൽകുകയും ചെയ്യുന്നത്. ഈ റിപ്പോർട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രൊമോസർ, ഈ കുട്ടികൾ മനഃപൂർവ്വം അറ്റാക്ക് ചെയ്യുക, അതിനെ ഒരു കവചമായി ഉപയോഗിക്കുക, അതിനെ ഒരു ടൂളാക്കി ഉപയോഗിക്കുക, അതാണോ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ? അല്ല, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അസാധാരണത്വം തോന്നില്ലേ ദിവ്യയ്ക്ക്? അങ്ങനെയൊക്കെ ചെയ്യുമോ ഒരു സമൂഹത്തിലെ, ഒരു കമ്മ്യൂണിറ്റിയിലെ കുട്ടികളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ഇല്ലാതാക്കുക എന്നൊരു സംഗതിയൊക്കെ ചെയ്യുമോ? അല്ല, യാദൃശ്ചികമായിട്ട് മറ്റുള്ളവരൊക്കെ മരിച്ചു പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത്ര ശതമാനം കുട്ടികളും കൂടി മരിക്കുന്നു എന്ന സ്വാഭാവികതയാവില്ലേ അവിടെ ഉണ്ടാവുക എന്ന ചോദ്യമുണ്ടല്ലോ. അതാദ്യമേ ഇപ്പോൾ എനിക്ക് തോന്നി ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഫ്ലോറിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നാണല്ലോ ഗസയുടെ ഈ നടക്കുന്ന വംശഹത്യ. ആ വംശഹത്യയിൽ കൃത്യമായ ഒരു ഇനമായിരുന്നു ഈ കുട്ടികളുടെ ഉന്മൂലനം എന്നുള്ളത് എന്നാണ് ഇപ്പോൾ ഈ കമ്മീഷൻ അത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പറ്റ്ന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് മുരളീധർ ആണ് ഇപ്പോൾ ഇതിൻ്റെ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്ന ആ കമ്മീഷൻ്റെ ആ കമ്മീഷനാണ് ഇപ്പോൾ ഇത് പുറത്തു കൊണ്ടുവന്നത്. ആ കമ്മീഷൻ പുറത്തു കൊണ്ടുവന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ കമ്മീഷനാണ് ഇത് അടിവരയിടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ അവർക്ക് അത്രയധികം തെളിവുകൾ അതിന് ലഭ്യമായി എന്നുള്ളതാണ് പരമപ്രധാനമായൊരു കാര്യം. അവർക്ക് പല തരത്തിലുള്ള അന്വേഷണങ്ങളിലൂടെയും ഗവൺമെൻറ് തന്നെ പല രേഖകൾ ആക്സസ് ചെയ്തതിലൂടെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങളാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത്? കുട്ടികളെ ടാർഗറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് ഒരു സയനിസ്റ്റ് പദ്ധതിയാണ്. അല്ലാതെ എന്താ പറയുക, മറ്റേതെങ്കിലും തരത്തിലുള്ള അവരുടെ ഒരു ക്രൂരതയുടെ മാത്രം തെളിവ് എന്ന നിലയിലോ ഒന്നുമല്ല നമ്മൾ കാണുന്നത്. അതൊരു സയനിസ്റ്റ് പദ്ധതിയാണ്. എന്ന് വെച്ചാൽ അടുത്ത ജനറേഷനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒരു ജനറേഷനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് അവിടെ മുറിഞ്ഞു പോകും. ആ ജനറേഷൻ മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് അവരെ ലാക്കാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കമ്മീഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 71,000-ൽ പരം ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഈ 2 വർഷത്തെ കണക്കിലാണ്. അതിനകത്ത് 20,000-ന് മേലെ കുട്ടികളാണ്. ഏകദേശം 30% കുട്ടികൾ, ഈ മരിച്ചവരിൽ 30% കുട്ടികളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ സീസ് ഫയർ വന്നതിന് ശേഷവും ഒക്ടോബർ 25 ഇത് വന്നതിന് ശേഷവും പിന്നെയും അറ്റാക്കുകൾ തുടരുന്നുണ്ട്. രണ്ടിടത്തും ഗസയിലും വെസ്റ്റ് ബാങ്കിലും അറ്റാക്കുകൾ തുടരുന്നുണ്ട്. 1000-ഓളം മനുഷ്യർ മരിച്ചതിൽ 250 പേർ കുട്ടികളാണ് വീണ്ടും ഇത് നിർത്തിയതിന് ശേഷമുള്ളത്. അങ്ങനെയുള്ള കണക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ടാർഗറ്റഡ് ആണ്. അത് വളരെ കൃത്യമായൊരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിനകത്ത് കണ്ടുവരുന്നത്. അപ്പോൾ കമ്മീഷൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇല്ലാതായ കുട്ടികൾ മാത്രമല്ല, ഇല്ലാതായ കുട്ടികൾ ഒരു വശത്ത്, അതേസമയം തന്നെ ജീവിച്ചിരിക്കുന്ന ഈ പരിക്കേറ്റതിൽ തന്നെ ഏതാണ്ട് 41,000-ൽ പരം കുട്ടികൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പരിക്ക് ഏറ്റ് കഴിയുന്ന കുട്ടികൾ, അതുകൂടാതെ ഇത് മുഴുവൻ കണ്ടു നിന്ന കുട്ടികൾ, ഇതിൻ്റെ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്കിരയായ കുട്ടികൾ, ഇവരെല്ലാം ചേർന്ന് ഏകദേശം അവിടുത്തെ ആ കുട്ടികളുടെ മുഴുവൻ ഗസയിലെ മുഴുവൻ കുട്ടികളുടെയും ബാല്യം ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. വെച്ചാൽ ഗസയിൽ ബാല്യമില്ല ഇനി എന്ന അവസ്ഥയിലേക്കാണ് പോയത് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തുമാത്രം ഭീകരമായ, നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു സമൂഹത്തിലെ മുഴുവൻ കുട്ടികളെയും ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന ശവങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലായിരിക്കാം കുട്ടികളുടെ അവസ്ഥ. കാരണം വെച്ചാൽ ഇതുണ്ടാക്കുന്ന നമ്മൾ മുമ്പൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു യുദ്ധം ആദ്യം ഇല്ലാതാക്കുന്നത് സത്യത്തെയാണ് എന്ന് പറയുന്നത് പോലെ ഇത് ആദ്യമേ ആ ഒരു സത്യം ഇല്ലാതാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ പ്രളയത്തിൽ, ഈ ആക്രമണങ്ങളുടെ പ്രളയത്തിൽ മനുഷ്യ
രാശിയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ ചെയ്തിരുന്നത് മുഴുവൻ ഇതായിരുന്നു എന്നുള്ളതാണ്. കൃത്യമായ അന്നിഹിലേഷൻ ഓഫ് ചിൽഡ്രൻ എന്ന് നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ്. ഉന്മൂലനമാണ്, കുട്ടികളുടെ ഉന്മൂലനമാണ് അവിടെ നടന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇത്രയും പിന്നെ ഈ കമ്മീഷൻ്റെയൊക്കെ പിന്നെ തെളിവുകൾ വരുന്നു, സംഗതികൾ വരുന്നു, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭീകരത. കാരണം ഇത് എവിടെയാണ് ഇതിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടി നമ്മൾ നോക്കേണ്ടത്? ഈ ഒരു സംഗതിയെ ഇപ്പോൾ പിന്നെ ഇസ്രായേൽ അത് കണ്ടസ്റ്റ് ചെയ്തു, പക്ഷേ അതിലുപരിയായിട്ട് അതിനെന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ഏത് വേദിയിലാണ്? നമുക്കറിയാം ഇപ്പോൾ യൂണിസെഫിൻ്റെ പിന്നെ വേദികളുണ്ട്, UN തന്നെ ഇപ്പോൾ ചൈൽഡ് റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള വേദി, അതാണ് ഏറ്റവും ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പിന്നെ വേദി എന്ന് പറയാവുന്നതും. അവരുടെ ഒരു ചാർട്ടറുണ്ട്. ആ ചാർട്ടറിനകത്ത് ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ ബഹിഷ്കരിക്കാനും പിന്നെ അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനും ഒക്കെ വ്യവസ്ഥകളുണ്ട്, ഇല്ലഞ്ഞിട്ടല്ല, അത് മുഴുവനുണ്ട്. പക്ഷേ ആരിത് പ്രയോഗിക്കും? അതാണല്ലോ അതിനകത്ത് ഏറ്റവും ഇത്തരത്തിലുള്ള ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായി നമുക്കറിയുന്ന കാര്യം. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇറാൻ എതിരായ അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും സമാനമാണ്. മനുഷ്യരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്, കുട്ടികളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു സയനിസ്റ്റ് കൺട്രി, ആ രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പിന്നെ എന്താ പറയുക ഒരു തെമ്മാടി രാഷ്ട്രമെന്ന് നമ്മൾ പറഞ്ഞ ഒരു തെമ്മാടി ഭരണാധികാരിയുടെ കീഴിൽ നടത്താവുന്ന ഒരു ലോകനീതിയുടെ എല്ലാ തരത്തിലുമുള്ള ലംഘനം നടത്തിയ ഒരു കൂട്ടക്കൊല, കുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊലയായിരുന്നു ഗസയിൽ നടന്നത് എന്നത് ഇനിയെങ്കിലും എന്താ പറയുക അംഗീകരിച്ചേ മതിയാവും. യെസ് ദൗസർ, ഏറ്റവും വലിയ യുദ്ധക്കുറ്റമായി പറയുന്നത് കുട്ടികളെ ലക്ഷ്യമിടുക എന്നതാണ്. പക്ഷേ ഇവിടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, അതും പ്ലാൻഡ് ആയിട്ട്. ഹമാസിൻ്റെ തുടർച്ച ഇതിലൂടെ ഇല്ലാതാക്കാമെന്നാണോ ഇസ്രായേൽ കരുതുന്നത്? അല്ല, ഇസ്രായേലിൻ്റെത് നോക്കൂ, ഈ പറഞ്ഞ ഇപ്പോൾ ഇന്നലെ മുരളീധരൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി പുറത്തുവിട്ടുള്ള റിപ്പോർട്ട്, അതിൻ്റെ ഒരു പ്രത്യേകത, അതിനുള്ള ഒരേ ഒരു വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UN ഒരു ആധികാരികമായുള്ളൊരു കമ്മീഷൻ ഈ കാര്യങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഗസയിൽ ഇതൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവരുടെ ഒരേ ഒരു ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഈ ഗസയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ കുട്ടികളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് മാത്രമാണ് അവർ അന്വേഷിക്കുന്നത്, മറ്റു കാര്യങ്ങളൊന്നും അവർ അന്വേഷിക്കുന്നില്ല. അപ്പോൾ ആ ഒരൊറ്റൊരു ടേംസ് ഓഫ് റെഫറൻസിൽ നടത്തിയിട്ടുള്ള ഒരു പഠനം, അപ്പോൾ അതിനകത്ത് അവരൊരു ഫൈൻഡിങ് എന്താണ്, 30% ഓഫ് കാഷ്വാലിറ്റീസ് പെർ ചിൽഡ്രൻ കുട്ടികളായിരുന്നു എന്നുള്ളതാണ്. പിന്നെ എഗൻ ഈ സീസ് ഫയറിന് ശേഷവും കുഞ്ഞുങ്ങൾ തന്നെയാണ് കൂടുതൽ, 285 പേര് കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അത് മാത്രമല്ല ഇതൊക്കെ ഡയറക്റ്റ് കാഷ്വാലിറ്റിയാണ് കേട്ടോ ഈ പറയുന്നത്. വെടിവെച്ച് ഇസ്രായേൽ നേരിട്ട് ബോംബിട്ടോ വെടിവെച്ചോ കൊന്ന കാര്യമാണ്. ആംബ്യൂട്ടീസ് ആയിട്ടുള്ള കാര്യം വേറെയുണ്ട്, കാലും കൈയും ശരീരം ഒക്കെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, 10,000 കുഞ്ഞുങ്ങൾ വേറെയുണ്ട്. അതല്ലാതെ ഇത് ഇൻഡയറക്റ്റ് കാഷ്വാലിറ്റി എന്ന് പറയുന്ന വേറൊരു ഏരിയ ഉണ്ട്, എന്ന് വെച്ചാൽ മിസ്കാരേജ് സംഭവിക്കുന്നു. വലിയ ബോംബ് വന്ന് വീഴുന്നു, ഗർഭിണികളായ സ്ത്രീകളുള്ള സ്ഥലങ്ങൾ മിസ്കാരേജ് സംഭവിക്കുന്നുണ്ട്, പ്രിമച്വർ ഡെലിവറിയുടെ സംഭവങ്ങളുണ്ട്, ആവശ്യത്തിന് മെഡിസിൻ കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിച്ച സംഭവങ്ങളുണ്ട്, ന്യൂട്രീഷൻ പ്രശ്നങ്ങൾ കാരണമുണ്ട്, സ്റ്റാർവേഷൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന സംഗതി ഡയറക്റ്റ് കില്ലിങ് എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ നേരെ കൊല്ലുക എന്നത്, അത് ഇസ്രായേലി സൈന്യം ഒരു വിനോദ പരിപാടി പോലെ നടത്തുന്നതാണ്. അങ്ങനെ കൊല്ലുന്നത് മാത്രമല്ല, അത് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് ഫിലിം ചെയ്ത് അവരുടെ ടിക്ടോക്ക് അക്കൗണ്ടുകളിൽ അവരത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു CNN-ൽ വന്നൊരു ഇൻ്റർവ്യൂ, ഒരു സർജനാണ്, ഗസയിൽ ഫീൽഡ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്തൊരു അമേരിക്കൻ സർജനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിൽ കണ്ടാണ്. അതിൽ ആ സർജൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ആൻഡ് ഹി വാസ് വീപ്പിംഗ് വെൻ ഹി സേസ് ഇറ്റ്. അദ്ദേഹം ഫീൽഡ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു സമയത്ത് 14 കുട്ടികളെ കൊണ്ടുവരികയാണ്, ഒരേ സമയം 14 കുട്ടികളെ കൊണ്ടുവരികയാണ്. ഈ 14 കുട്ടികൾക്കും വെടിയേറ്റിരിക്കുന്നത് അവരുടെ വൃഷ്ണത്തിലാണ്. അതെങ്ങനെ സംഭവിക്കുക? അത് ഒരു പ്രൊഫഷണൽ സ്നൈപ്പർക്ക് മാത്രമാണ് ഇത്രയും ടാർഗറ്റഡായിട്ട് ആ പോയിന്റിൽ. ദേ വർ ജസ്റ്റ് ലൈക്ക് വീഡിയോ ഗെയിമിംഗ് വിത്ത് ഗസ കിഡ്സ്. ആൻഡ് ദീസ് ചിൽഡ്രൻ വെർ ബ്രോഡ് ഫ്രം എവിടുന്നോ അറിയോ, അവർ ഈ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ ക്യൂ നിൽക്കുകയായിരുന്നു. വിശന്നിട്ട് ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ വെടിവെച്ചു. അവരുടെ വൃഷ്ണത്തിന് നേരെയാണ് കൃത്യമായി വെടിവെച്ചിരിക്കുന്നത്. എങ്ങനെയാണത് സാധിക്കുന്നത്? ഒരു അമേരിക്കൻ സർജനാണ് പറയുന്നത്, ഒരു അമേരിക്കൻ ചാനലിനോടാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും അതിൽ ആഹ്ലാദിക്കുകയും അത് ഫിലിം ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സവിശേഷമായിട്ടുള്ള മനോഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമാണിത്. ആൻഡ് ദേ കോൾ ദംസെൽവ്സ് വേൾഡ്സ് മോസ്റ്റ് മോറൽ ആർമി. ഇങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത്.
അതൊരു ഭീകര ഡിഫൻസ് എന്നും പറയും അല്ലേ? ഡിഫൻസ് അല്ലേ? സെൽഫ് ഡിഫൻസ് ആണ് അത്. ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എന്ത് സെൽഫ് ഡിഫൻസിൻ്റെ ഭാഗമാണ്. ഇതിനൊന്നും വേണ്ട. നമുക്ക് ഇതിൻ്റെ കഥ അറിയണമെങ്കിൽ വോയിസ് ഓഫ് ഇന്ദ്രജപ് എന്ന സിനിമ ഇപ്പോൾ ഇന്ത്യയിലും വന്നിട്ടുണ്ട്. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് കേരളത്തിലതിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളത് പോയി കാണണം. എങ്ങനെയാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഡോക്യുമെൻറ്റേഷനാണ് വോയിസ് ഓഫ് ഇന്ദ്രജപ്. ഇതാണ് ഇസ്രായേൽ എന്ന് മനസ്സിലാക്കുക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അവരെക്കുറിച്ച് വിചാരിക്കുന്നത് സയണിസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വി ആർ ദ ചോസൺ പീപ്പിൾ, വി ആർ ചോസൺ ബൈ ഗോഡ് ഓൾമൈറ്റി. ഒരു കൂട്ടർ ഞങ്ങൾ ചോസണാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്കിയുള്ളവരെന്താണ്? ഇൻഫീരിയർ ആണ് എന്നുള്ളതാണ്. നോക്കൂ, ദർ ഇസ് നോ ചോസൺ പീപ്പിൾ അറ്റ് ഓൾ. ചോസൺ പീപ്പിൾ ഉണ്ടെങ്കിൽ എല്ലാവരും ചോസൺ പീപ്പിളാണ്. വി ആർ ദ ചോസൺ പീപ്പിൾ. അവർ ലാൻഡ് ഈസ് ചോസൺ ലാൻഡ്. ഇത് പ്രോമിസ്ഡ് ലാൻഡാണ്. പ്രോമിസ്ഡ് ബൈ ഹോം? പ്രോമിസ്ഡ് ബൈ ഗോഡ്. അപ്പോൾ ദൈവത്താൽ പ്രോമിസ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡിൽ ജീവിക്കുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാണ് ഞങ്ങൾ എന്ന്. ഇതാണ് ബ്രാഹ്മണ്യം എന്ന് നമ്മൾ പറയുന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം. ഞങ്ങൾ ദൈവത്തിൻ്റെ സവിശേഷ സൃഷ്ടികളാണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബാക്കിയുള്ള ആളുകൾ എന്താണ്? അവർ ഇൻഫീരിയറാണ്. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻ, ഒരു ചിന്താപരമായ ഫൗണ്ടേഷൻ അവിടെയുണ്ട്. മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് വിചാരിക്കാത്ത കാലത്തോളം സംബഡി ഈസ് പ്രിവിലേജ്ഡ് ബൈ ഗോഡ്, അല്ലെങ്കിൽ സംബഡി ഈസ് ചോസൺ ബൈ ഗോഡ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇവർ അമാലിക്കുകളാണ് എന്ന് നേരത്തെ ഞാൻ പ്രഖ്യാപിച്ചു. അമാലിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിബ്ലിക്കൽ ടേമാണ്. കൊന്നുകളെ നശിപ്പിക്കപ്പെടേണ്ട വിഭാഗം എന്നുള്ളതാണ്. അമാലിക്കുകളെ തീർത്ത് കളയാനാണ് അദ്ദേഹം സ്വന്തം പട്ടാൾക്കാരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഈ IDF എന്ന് പറയുന്നത്. അവരിത് ചെയ്യും, ഇത് ഫിലിം ചെയ്യും, ഇതിൽ ആഹ്ലാദിക്കും. ഈ റിപ്പോർട്ടിന് ഒരു പ്രത്യേകത, ഇതിനൊരു ഔദ്യോഗിക ഭാഷ്യം വന്നു എന്നുള്ള മാത്രമാണ്. UN-ൻ്റെ ഒരു ഭാഷ്യം. ഔദ്യോഗിക ഭാഷ നേരത്തെയും വേറെയും ഒരുപാട് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ മികച്ച രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. UN-ൻ്റെ ഒരു ബോഡി ഇത് ചെയ്തു എന്നുള്ള മാത്രമാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കൽ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നത്തിങ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ, നമ്മൾ UN-ൻ്റെ പ്രമേയങ്ങൾ എടുക്കുക, മൊത്തം പ്രമേയങ്ങൾ എടുക്കുക. അതിൽ കൺട്രി സ്പെസിഫിക് ആയുള്ള പ്രമേയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 47% ഇസ്രായേലിനെതിരാണ്. UN-ൻ്റെ മൊത്തം പ്രമേയങ്ങളുടെ കൺട്രി സ്പെസിഫിക് റെസൊല്യൂഷൻസിൻ്റെ 47% ഒരൊറ്റ രാജ്യത്തിനെതിരാണ്. അപ്പോൾ അതുപോലെ വേറൊന്ന് എന്നുള്ളതല്ലാതെ അവർക്ക് ഇതിൽ പ്രത്യേകിച്ചൊരു കാര്യമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഗസയിൽ ആളുകൾ മരിക്കുന്നു, അവിടെ പ്രയാസമൊക്കെ ആണെങ്കിൽ ലോകത്ത് ഗസ ജീവിച്ചിരിക്കുകയാണ്. മുമ്പൊന്ന് ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും ലോകത്ത് ഏതെങ്കിലും നഗരത്തിൽ ഗസയുമായി ബന്ധപ്പെട്ട ഒരു പ്രകടനം നടക്കുന്നുണ്ടാവും. അത് ഗസക്ക് മാത്രം, ഫലസ്തീന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന പതാക ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റും, അത് ഫലസ്തീൻ്റെ പതാകയാണ്. നിങ്ങൾ ജസ്റ്റ് ഈ പറയുന്ന ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന വേദികളുടെ പുറത്ത് പോലും അവിടെയുള്ള ദൃശ്യങ്ങൾ പോലും നോക്കുക. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇവിടെ ന്യൂയോർക്ക് സ്റ്റേറ്റ്സ് സെനറ്റിലേക്കുള്ള പ്രൈമറി നടക്കുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ടോപ്പിക് എന്താണ്? ഫലസ്തീനാണ്, ഗസയാണ്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഒരു ഫലസ്തീനിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു ചെറുപ്പക്കാരിയാണ്. ഈ നമ്മുടെ സോറാൻ മംദാനി എൻഡോസ് ചെയ്ത ഒരു കാൻഡിഡേറ്റ്. ഫലസ്തീന് വേണ്ടി സംസാരിച്ച സ്ഥാനാർത്ഥികളാണ് അവിടെ പ്രൈമറിയിൽ ജയിക്കുന്നത്. ഡെമോക്രാറ്റിലെ ആ ബ്ലോക്കിനാണ് അവിടെ ആധിപത്യം വരുന്നത്. അത് യൂറോപ്യൻ നഗരങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഇതൊക്കെ 2 ദിവസം മുമ്പ് 2-3 ദിവസം മുമ്പാണ് 60 Minutes എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ നെതന്യാഹുവിൽ ഇൻ്റർവ്യൂ ഉണ്ടായത്. നെതന്യാഹു പറയുന്നു, നമുക്ക് അടിപൊളി ആർമിയുടെ സംഭവങ്ങൾ, നമ്മൾ 6 രാജ്യങ്ങളുമായിട്ട് ഒരേ സമയം യുദ്ധം ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അമേരിക്കൻ യങ് മൈൻഡ്സ് അതിനു മുമ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ, നിങ്ങളുടെ അക്കാഡമിക് സ്ഥാപനങ്ങളിലൊക്കെ ഫലസ്തീനിൻ്റെ ആളുകളാണ് കൂടുതൽ നിൽക്കുന്നത് എന്നൊക്കെ പുള്ളി തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണാ കേന്ദ്രങ്ങളിലെ പുതിയ തലമുറ ചെറുപ്പക്കാർ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഭീകര സംവിധാനമാണെന്നും ലോകത്തെ തന്നെ നശിപ്പിക്കുന്നൊരു സംവിധാനമാണെന്നും മനുഷ്യത്വത്തിൽ തെല്ലുമേ വിശ്വാസമില്ലാത്തൊരു സംഘമാണെന്നും ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗസയിൽ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ അതിന് നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളൊരു സങ്കടം മാത്രമാണ് അതിനുള്ളത്. പക്ഷേ ഗസ മുമ്പുള്ളതിനേക്കാൾ മാസ്മരികമായി ലോകത്ത് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതേക്കാൾ കൂടുതൽ ശക്തമായി ജീവിക്കുക തന്നെ ചെയ്യും. യെസ്, അതാണ്. ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിരിക്കുക അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. പക്ഷേ ഗസയിൽ ആ സുരക്ഷിതത്വം പോലും, അമ്മയുടെ ഗർഭപാത്രത്തിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതമല്ല എന്നതാണ്. ഇത്രയധികം യുദ്ധക്കൊതിയന്മാരുള്ള, രക്തക്കൊതിയന്മാരുള്ള ഈ ലോകത്ത് നിങ്ങൾ ജനിക്കാതിരിക്കുകയായിരുന്നു നല്ലത് എന്ന് തോന്നിപ്പോകും.